ഫംഗസ്, പാരസൈറ്റ് തുടങ്ങിയവയെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ കടൽ ജീവികൾക്ക് ശുചിത്വം നേടേണ്ടതുണ്ട്. എന്നാൽ ഇതിന് സഹായകമാകുന്ന ശാരീരിക വ്യവസ്ഥകൾ ഈ ജീവികളിലില്ല. ഇതിനുവേണ്ടി ഇവ മറ്റു ജീവികളെ ആശ്രയിക്കുന്നു. വലിയ കടൽ ജീവികളിൽ ശുചീകരണ പ്രക്രിയകൾ നടത്തി ധാരാളം ചെറുജീവികൾ വസിക്കുന്നു. ഇത് മുഖേന ചെറുജീവികൾക്ക് ഭക്ഷണവും വലിയ ജീവികൾക്ക് ശുചീകരണവും നേടാൻ കഴിയുന്നു. അപകടകാരികളായ സ്രാവ്, തിമിംഗലം തുടങ്ങിയവ ഇങ്ങനെയാണ് ശുചീകരണം കൈവരിക്കുന്നത്. ശുചീകരണക്കാർ നിർഭയരായി വലിയ ജീവികളുടെ ഏതു ഭാഗത്തും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വിഹരിക്കുകയും അവയിലുള്ള ഫംഗസുകളെ തിന്നു തീർക്കുകയും ചെയ്യുന്നു. കൊച്ചു ബാർബർ മത്സ്യങ്ങളാണ് കോടാലി മത്സ്യത്തിലുള്ള ഫംഗസുകളെ തിന്നു തീർക്കുന്നത്. ബാർബർ മത്സ്യങ്ങളുടെ ശുചീകരണ പ്രക്രിയകൾക്ക് യാതൊരുവിധ തടസ്സവും നേരിടാതിരിക്കാൻ കോടാലി മത്സ്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ മറ്റൊരു വിധേനയും സാധ്യമല്ലാത്ത വിധത്തിൽ കോടാലി മത്സ്യം ശുചീകരിക്കപ്പെടുന്നു. أمة الصحراء يا شعب الخلود من سواكم حل أولى للورى أي داع قبلكم في ذا الوجود صح لا كسرى هنا. ചെറുമത്സ്യങ്ങളെ ശുചീകരണ പ്രക്രിയകൾക്ക് അനുവദിച്ചുകൊണ്ട് ശുചിത്വം കൈവരിക്കുന്ന മറ്റൊരു കടൽ ജീവിയാണ് കടലാമ. صبحا للرشاد هاتفا في مسمع الكون العظيم ليس غير الله ربا للعباد من سواكم في حديث أو قديم أطلع القرآن صبحا للرشاد هاتفا في مسمع الكون العظيم ليس غير الله ربا للعباد ليس غير الله. നിങ്ങളെ കാണുന്ന ഈ ചെറുചെമ്മീൻ ഒരു ശുചീകാരിയാണ്. സ്വന്തം വായു വരെ തുറന്നു വെച്ചുകൊടുത്തുകൊണ്ട് വലിയ മത്സ്യങ്ങൾ ഇവയെ ശുചീകരണത്തിന് അനുവദിക്കുന്നു. ويكأن لم تشرقوا في الكائنات بهدى الإيمان والنهج الرشيد ونسيتم في ظلام الحادثات قمة الصحراء في العيش الرغيد. സഹവർത്തിത്തോടെയുള്ള ഈ ജീവികളുടെ പെരുമാറ്റം യാദൃശ്ചികമല്ല, മറിച്ച് സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചാണ്. في قديم الدهر كنتم أمة لف نفسي كيف صرتم أمما لف نفسي كيف صرتم أمما كل شعب قام يبني نهضة وأرى بنيانكم منقسما في قديم الدهر كنتم أمة لف نفسي كيف صرتم أمما لف نفسي كيف صرتم أمما أمة الصحراء يا شعب الخلود من سواكم حل അത്ഭുതങ്ങളുടെ ഈ മഹാസാഗരത്തിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ധാരാളം പാഠങ്ങളുണ്ട്. ഈ കൗതുക കാഴ്ചകളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവവും സൂക്ഷ്മതയുമാണ്. كل من أهمل ذاتيته فهو أولى الناس طرا بالفناء لن يرى في الدهر قوميته كل من قلد عيش الغرباء لن يرى في الدهر قوميته كل من قلد عيش الغرباء كل من قلد عيش
عيش الغرباء. كل من أهمل ذاتيته فهو أولى الناس طرا بالفناء، لن يرى في الدهر قوميته كل من قلد عيش الغرباء. فكروا في عصركم واستبقوا طالما كنتم مثالا للبشر. فكروا في عصركم. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചാൾസ് ഡാർവിൻ എന്ന പ്രകൃതിശാസ്ത്രജ്ഞൻ പരിണാമവാദം എന്ന വിചിത്ര ആശയവുമായി രംഗത്തുവന്നു. ഭൂമുഖത്തുള്ള ജീവികൾ ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് തലമുറകളിലൂടെ നീണ്ട പരിണാമ പ്രക്രിയകളുടെ ഒടുവിലാണ് എന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ സാരം.